بسم الله الرحمن الرحيم ولا تطع منهما خصما ولا حكما فأنت تعرف كيد الخصم والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ബുർദ പഠന ക്ലാസ് 8ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നാം പറഞ്ഞിരുന്നത് ദേഹച്ചക്കും പിശാചിനും എതിരായിട്ടായിരിക്കണം നീ നിലക്കൊള്ളേണ്ടത്. ദേഹച്ചയും പിശാചും ഒരുപക്ഷെ നിനക്ക് ചില കാര്യങ്ങൾ തോന്നിപ്പിച്ചേക്കാം, ചില കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് ആജ്ഞാപിച്ചേക്കാം. പക്ഷേ ഒരു കാരണവശാലും ദേഹച്ചക്കും പിശാചിനിക്കും നീ വഴിപ്പെട്ടു പോകരുത്. അതിൻ്റെ ബാക്കിയെന്നോണം പറയുകയാണ്, എല്ലാ മേഖലയിലും പിശാചിനെയും ദേഹച്ചയെയും ശ്രദ്ധിക്കേണ്ടതാണ്. വലാ തുതിഅ മിൻഹുമ, ആ ദേഹച്ചക്കും പിശാചിനിക്കും നീ വഴിപ്പെടരുത്. ഖസ്മൻ, തർക്കത്തിലും, വലാ ഹകമ, ന്യായത്തിലും. ഫഅൻത തഅരിഫു, നിനക്കറിയാമല്ലോ, കൈദൽ ഖസ്മി, താർക്കികൻ്റെ കുതന്ത്രം, വൽ ഹകമി, ന്യായാധിപൻ്റെ കുതന്ത്രവും. എന്ന് പറഞ്ഞാൽ നിൻ്റെ ബുദ്ധിയിലുദിച്ചൊരു കാര്യം, ആ കാര്യവുമായി നീ ബന്ധപ്പെടുമ്പോൾ പിശാച് നിനക്ക് ഒരു കാര്യം തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ നിൻ്റെ ദേഹച്ചയിൽ ഒരു കാര്യം ഉദിച്ചു വന്നു. അങ്ങനെയാകുമ്പോൾ അവിടെ നീ ദേഹച്ചയെയോ പിശാചിനെയോ ആ കാര്യത്തിൻ്റെ തീർപ്പിന് അവരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം, അവരിൽ നിന്ന് ലഭിക്കുന്ന തീർപ്പ്, അതൊരിക്കലും നീ അംഗീകരിച്ചു പോകരുത്. കാരണം നിനക്ക് അറിയാമല്ലോ, നമ്മുടെ എതിർകക്ഷി അല്ലെങ്കിൽ നമുക്ക് വിധി പറയുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ നമ്മെ കീഴ്പ്പെടുത്താനും നമ്മളെ അനുസരിപ്പിക്കാനും, ഒരു പക്ഷേ നമുക്ക് വിധി പറയുന്ന ആൾ മറ്റവർക്ക് അനുകൂലമായിട്ടാണ് വിധി പറയുന്നതെങ്കിൽ അത് അനുസരിപ്പിക്കാൻ നമ്മളെ ഒരു പക്ഷേ നിർബന്ധിപ്പിക്കുകയോ അതിന് നമ്മളെ പ്രേരിപ്പിക്കുകയോ ചെയ്യും. അതുപോലെ തന്നെ എതിർകക്ഷി എങ്ങനെയെങ്കിലും നമ്മൾ തോൽക്കാനുള്ള, നമ്മൾ പരാജയപ്പെടാനുള്ള കുതന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോകും. അതുകൊണ്ട് നീ തർക്കത്തിലാണെങ്കിലും ന്യായത്തിലാണെങ്കിലും പിശാചിനിക്കും ദേഹച്ചക്കും അനുസരിച്ചു പോകരുത്. അവിടേക്ക് നീ നല്ലപോലെ ചിന്തിച്ച് ശറഇൻ്റെ നീക്കങ്ങളനുസരിച്ച്, വിധികളനുസരിച്ച് മാത്രമേ നീ മുന്നോട്ട് പോകാവൂ. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം വലാ തുതിഅ മിൻഹുമ, പിശാചിൽ നിന്നും ദേഹച്ചയിൽ നിന്നും നീ അനുസരിക്കരുത്, അവർക്ക് നീ വഴിപ്പെട്ടു പോകരുത്. ഖസ്മൻ, തർക്കത്തിലും, വലാ ഹകമ, ന്യായത്തിലും. ഫഅൻത തഅരിഫു, നിനക്കറിയാമല്ലോ, കൈദൽ ഖസ്മി, എതിർകക്ഷിയുടെ താർക്കികൻ്റെ കുതന്ത്രം, വൽ ഹകമി, ന്യായാധിപൻ്റെയും കുതന്ത്രം നിനക്ക് അറിയാമല്ലോ. ഇനി അങ്ങോട്ടുള്ള ബൈത്തുകൾ മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, അഥവാ ഇവിടെ നിന്ന് അങ്ങോട്ട് 2-3 ബൈത്തുകൾ മഹാനവകളുടെ വിനയം, അറബിയിൽ പറയും തവാദുഅ്, അത് പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനും മറ്റ് ഉപദേശങ്ങൾ നൽകാനും ഞാൻ അർഹനാണോ? എൻ്റെ വിഷയങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടുണ്ടോ? ഞാൻ പറയുന്നതിന് എതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥ എനിക്കുണ്ടോ? ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഉപദേശിക്കാനും മറ്റുള്ളവരെ നന്നാക്കുവാനും അതുപോലെ മറ്റ് ദീനീ കാര്യങ്ങൾ അത് പ്രചരിപ്പിക്കാനൊക്കെ ഞാൻ അർഹനാണോ എന്നൊക്കെയുള്ള മഹാനവകളുടെ വിനയം അത് പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങളാണ് 2-3 ബൈത്തുകൾ. അവിടുന്ന് പറയുന്നു,
അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദി ഉഖുമി. അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. മിൻ ഖൗലിൻ, വാക്കിൽ നിന്ന്, ബിലാ അമലിൻ, അമലില്ലാത്ത വാക്കിൽ നിന്ന്, അഥവാ പറയുന്നത് പോലെ പ്രവർത്തിക്കാത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു. ലഖദ് നസബ്തു ബിഹി, അത് കാരണമായി ഞാൻ ചേർക്കുന്നു, നസ്ലൻ, പരമ്പരയെ, ലിദി ഉഖുമി, ഷണ്ടനുടയവനിലേക്ക്, മക്കൾ ഉണ്ടാകാത്ത ആ ആളിലേക്ക്, അഥവാ മക്കളുണ്ടാകാതെ ഒരു ഷണ്ടനായ മച്ചിയായ ഒരാൾ, അയാളെ സംബന്ധിച്ച് ഈ മകൻ അയാളുടേതാണ് അല്ലെങ്കിൽ ഈ മകൾ അയാളുടേതാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ, കാരണം അയാൾക്ക് മക്കളുണ്ടാവില്ലല്ലോ. എന്നതുപോലെ കർമ്മരഹിതമായ വാക്കുകൾ അത് എൻ്റെ വക്കൽ നിന്ന് ഉണ്ടായതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഞാനാദ്യം പ്രവർത്തിക്കണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ളവരോട് പറയാവൂ. ലിബ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും, നിങ്ങൾ ജനങ്ങളോട് നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നു, ചീത്ത കൊണ്ട് വിരോധിക്കുന്നു, എന്നാൽ നിങ്ങളെ സ്വന്തം ശരീരത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ മറ്റൊരു രൂപത്തിൽ ചെയ്യുന്നു. ഇത് ഖുർആൻ വളരെ ഗൗരവമായി ഉണർത്തിയതാണ്. അപ്പം അങ്ങനെയായി പോകുമോ, ഞാനിതിനൊക്കെ അർഹനാണോ എന്നുള്ള ഒരു വിനയം മഹാനവറുകൾ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, മിൻ ഖൗലിൻ, വാക്കിൽ നിന്ന്, ബിലാ അമലിൻ, കർമ്മരഹിതമായ, കർമ്മമില്ലാത്ത വാക്കിൽ നിന്ന്, ലഖദ് നസബ്തു ബി, അത് കാരണമായി ഞാൻ ചേർക്കുന്നു, നസ്ലൻ, പരമ്പരയെ, ലിദി ഉഖുമി, ഷണ്ടനുടയവനിലേക്ക്, കുട്ടികളുണ്ടാകാത്ത ആളിലേക്ക് ഞാൻ ചേർക്കുന്നു. അതുപോലെയാണ് എൻ്റെ കാര്യം ആയിത്തീരുക എന്ന് മഹാനവറുകൾ പറയുകയാണ്. തുടർന്നുകൊണ്ടും അതേ ആശയമുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അഹമർതുകൽ ഖൈറ ലകിൻ മർതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. അമർതുകൽ ഖൈറ, എന്നോട് ഞാൻ ഖൈർ കൊണ്ട് കൽപ്പിക്കുന്നു, ലാക്കിൻ മഅ്തമർതു ബിഹി, ഞാൻ അതുകൊണ്ട് കൽപ്പന സിദ്ധിക്കുന്നില്ല, ഞാനതുകൊണ്ട് കൽപ്പന അംഗീകരിക്കുന്നില്ല. വമസ്തഖംതു, ഞാൻ ചൊവ്വായ നിലയിൽ, നേരായ നിലക്ക് നീങ്ങുന്നില്ല. ഫമാ ഖൗലി, പിന്നെ എൻ്റെ വാക്കിനെന്ത് വിലയാണ്, ലക്ക, നിന്നോട്, ഇസ്തഖീം, നീ നേരക്ക് ആവണം, നീ ചൊവ്വാകണം, നീ കണ്ടീഷനാകണം എന്ന് പറഞ്ഞാൽ എന്ന് അവിടുന്ന് പറയുകയാണ്. അപ്പോൾ ഖൈർ കൊണ്ട് കൽപ്പിക്കുമ്പോൾ ആ ഖൈർ ആദ്യം കൽപ്പിക്കുന്ന ആൾ പ്രാവർത്തികമാക്കണം. എന്നിട്ട് അയാളെ കണ്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് അനുസരിപ്പിക്കുന്നതിനേക്കാളും ഗുണം കിട്ടും എന്നാണ് പണ്ഡിതന്മാർ പറയാറ്. അയാളുടെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ പകർത്തുമ്പോൾ അയാൾ ശുദ്ധനാണ്, അയാൾ നല്ലവനാണ്, അയാൾ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളാണ്, അയാളെ മാതൃകയാക്കിക്കോ, അവരെ കണ്ടു പഠിച്ചോ എന്ന് പറയാൻ സാധിക്കണം. നേരെ മറിച്ച് പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും വേറെ രൂപത്തിലായി കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളാൻ പ്രയാസമാകും. ആ നിലയിലുള്ള കാര്യങ്ങൾ മഹാനായ ബൂസരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം നഫ്സിൽ അയവർക്കിക്കൊണ്ടിരിക്കുകയാണ്, അവിടുത്തെ വിനയത്തിൻ്റെ ഭാഗമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അമർത്തുക്ക, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അൽ ഖൈറ, നന്മയെ, ലാക്കിൻ, എങ്കിലും മുഹത്തമർത്തു ബിഹി, ആ നന്മ കൊണ്ട് ഞാൻ കൽപ്പന സ്വീകരിക്കുന്നില്ല, കൽപ്പന സിദ്ധിക്കുന്നില്ല. വമസ്തഖംതു, ഞാൻ നേരായി നടക്കുന്നില്ല, ഞാൻ ചൊവ്വായി നിൽക്കുന്നില്ല. ഫമാ ഖൗലി, പിന്നെ എൻ്റെ വാക്കിനിക്ക് എന്ത് സ്ഥാനമാണ്, എൻ്റെ കൗലിനിക്ക് എന്തൊരു വിലയാണ്, ലക്ക, എന്നോട്, ഇസ്തഖിമി, നീ നേരക്ക് പോവ്, നീ നേരാവ് എന്ന് പറയുന്ന വാക്കിന് എന്ത് വിലയാണ് ഉള്ളത് എന്ന് അവിടുന്ന് പറയുകയാണ്. പിന്നീട് പറയുന്നു, ولا تزوت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي. അവിടുന്ന് പറയുകയാണ്, ولا تزوت, ഞാൻ ശേഖരിച്ചിട്ടില്ല, ഖൗബലൽ മൗത്തി, മരണത്തിൻ്റെ മുന്നോടിയായിട്ട്, മരണത്തിൻ്റെ മുമ്പായിട്ട് ഞാൻ
ഒരുക്കിയിട്ടില്ല, ഞാൻ ശേഖരിച്ചിട്ടില്ല. നാഫിലത്തൻ, കുറേ ഐച്ഛിക ആരാധനകൾ, കുറേ സുന്നത്തായ കർമ്മങ്ങൾ ഞാൻ വർദ്ധിപ്പിച്ചിട്ടില്ല, ഞാൻ ശേഖരിച്ചിട്ടില്ല. വലം ഉസല്ലി, ഞാൻ നിസ്കരിച്ചിട്ടില്ല, സിവ ഫർദിൻ, ഫർദ് നിസ്കാരമല്ലാതെ. വലം അസുമി, ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടില്ല, ഫർദ് നോമ്പല്ലാതെ. അഥവാ മഹാനവറുകൾ പറയുന്നതിൻ്റെ ഉദ്ദേശം, കുറേ നല്ല അമലുകൾ ചെയ്ത്, ധാരാളം ഹൈറുകൾ ചെയ്ത്, സുന്നത്തായ കാര്യങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് എന്നിലുണ്ടായിട്ടില്ലല്ലോ എന്ന് അവിടുത്തെ വിനയം പറയുകയാണ്. ധാരാളം സുന്നത്തുകൾ നിർവഹിച്ച മഹാനാണ്, ധാരാളം ഹൈറുകൾ നിർവഹിച്ച മഹാനാണ്. എന്നാൽ വലിയ വലിയ മഹത്തുക്കളിലേക്കൊക്കെ ചേർത്ത് നോക്കുമ്പോൾ അവരൊക്കെ നേടിയ, അവരൊക്കെ സമ്പാദിച്ച അത്രയും സുന്നത്തായ കാര്യങ്ങളും അഅ്മാലു സ്വാലിഹാത്തുകളും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് അവിടെ നിന്ന് ഖേദം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം, വലാ തസവ്വത്തു, ഞാൻ ശേഖരിച്ചിട്ടില്ല. ഫതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വാന, നിങ്ങൾ സമ്പാദിക്കണം, നിങ്ങൾ ശേഖരിക്കണം. നിങ്ങൾ സമ്പാദിക്കുന്ന, നിങ്ങൾ ശേഖരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായത് തഖ്വ, അത് തഖ്വയാണ്. അപ്പം അതുണ്ടായിരിക്കണം. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ ഞാൻ തഖ്വയും ധാരാളം നന്മകളും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു വീണ്ടും വിചാരം, അതുണ്ടാകാൻ വേണ്ടി മഹാനവറുകൾ അവിടുത്തെ വിനയത്തിൻ്റെ ഭാഗമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അർത്ഥം, വലാ തസവ്വത്തു, ഞാൻ ഒരുക്കിയിട്ടില്ല, ഖബലൽ മൗത്തി, മരണത്തിൻ്റെ മുമ്പ്, നാഫിലത്തൻ, ഐച്ഛികമായ ധാരാളം ആരാധനകൾ, ധാരാളം സുന്നത്തുകൾ ഞാൻ ശേഖരിച്ചിട്ടില്ല. വലം ഉസല്ലി, ഞാൻ നിസ്കരിച്ചിട്ടില്ല, സിവ ഫർദിൻ, ഫർദല്ലാതെ. വലം അസുമി, അതുപോലെ ഫർദ് നോമ്പുമല്ലാതെ. വലം അസുമി സിവ ഫർദിന ഉദ്ദേശം, ഫർദായ നോമ്പല്ലാതെ മറ്റു നോമ്പ് ഞാൻ നോറ്റിട്ടില്ല. ധാരാളം സുന്നത്ത് നോമ്പുകളും ധാരാളം സുന്നത്തസ്കാരങ്ങളും ധാരാളം സുന്നത്തായ സുദഖകളും ഒക്കെ നിർവഹിച്ച വലിയ മഹാനാണ് ബൂസ്വരി ഇമാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വലിയ വലിയ മഹാന്മാരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ലല്ലോ എന്നുള്ള ഒരു ഖേദം, എന്നുള്ള ഒരു സങ്കടം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ മുതൽക്കുള്ള ലലംതു സുന്നത മൻ നഹിയ അൽളലാമ ഇല അനിസ്തകത് ഖദമാഹു ളുറ മിൻ വറമി, അവിടെ മുതൽക്ക് ബുർദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അവിടുത്തെ ചരിത്രത്തിലേക്കും അവിടുത്തെ സ്വഭാവ മഹിമയിലേക്കും അതുപോലെ അവിടുന്ന് കാണിച്ചു തന്ന ജീവിത രീതിയിലേക്കും ഒക്കെ പ്രവേശിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പം ഇതുവരെ നമ്മൾ ബുർദയുടെ മുഖദ്ദിമ, ആമുഖമായ കാര്യത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഇനി അങ്ങോട്ട് ഔദ്യോഗികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലും അവിടുത്തെ ചരിത്രത്തിലും അവിടുത്തെ പ്രത്യേകതയിലും പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ എല്ലാവരും നിർബന്ധമായും കേൾക്കണം. ഒരൊറ്റ ക്ലാസ് ഒഴിവാകാതെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് നേടണം. അവിടുന്ന് ബൂസ്വരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് പറയാൻ തുടങ്ങിയത് മുതൽ, അതിനൊക്കെ ഖിദ്മത്തെടുക്കുന്നത് മുതലാണ് എനിക്ക് രക്ഷപ്പെട്ടേക്കാം എന്നൊരു പ്രതീക്ഷ വന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് അവിടുത്തെ മഹബത്ത് വെച്ചുകൊണ്ട്, അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. അവിടുന്ന് നമ്മളെ കൈപിടിക്കണം. അവിടുന്ന് പറഞ്ഞല്ലോ, ഇല്ലയ്യക്കും ഫീ മആദി ആഖിദം ബിയദി ഫദ്ലം വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് കൈപിടിക്കാൻ എത്തിയിട്ടില്ല എങ്കിൽ അവിടുന്ന് വൈദ്യ നരകത്തിലേക്ക് വീഴേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങളൊന്ന് അംഗീകരിച്ച് കിട്ടുന്ന അതെൻ്റെ ഉമ്മത്താണ്, എൻ്റെ അനുയായിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു നേട്ടം നമുക്ക് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാളെ മുതലുള്ള ക്ലാസ് എല്ലാവരും ഒരു നിർബന്ധ ബുദ്ധിയെ കേൾക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.